നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പം നല്ല വേനൽക്കാലമായല്ലേ, നല്ല വെയിലും. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണക്കി കിട്ടാൻ നല്ല സമയമാണ്. അപ്പം ഇന്ന് എനിക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പുളിഞ്ചിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പുളിഞ്ചിക്കയിൽ ഉപ്പിലിട്ട് നല്ല പോലെ ഉണക്കിയെടുത്ത് വർഷങ്ങളോളം ചീത്തയാവാത്ത രീതിയിൽ എങ്ങനെ സൂക്ഷിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നാ വായോ വീട്ടിലോട്ട് പോവാം. ഇപ്രാവശ്യം പ്രതീക്ഷിക്കാതെ കുറച്ച് പുളിഞ്ചിക്ക കിട്ടി. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ അപ്പൂപ്പ കൊണ്ടുവന്ന് തന്നേ, അവിടെ ഉണ്ടായതാ. നല്ല ഫ്രഷ് പുളിഞ്ചിക്കയാണ്. പുളിഞ്ചിക്ക ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം പുളിഞ്ചിക്കയുടെ മുകൾ വശം ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞ് നെടുകെ രണ്ടായിട്ട് കീറി 4 കഷ്ണങ്ങളാക്കിയാണ് മുറിക്കേണ്ടത്. ഇതുപോലത്തെ ഷേപ്പിൽ, എങ്കിലേ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും, എന്നാൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇതുപോലെ നമുക്ക് കിട്ടിയ എല്ലാ പുളിഞ്ചിക്കയും 4ആയിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റണം. എനിക്ക് കയറിയില്ലാതെ കട്ട് ചെയ്യാൻ പേടിയാട്ടോ, അതോ കയറൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. അങ്ങനെ പുളിഞ്ചിക്കയ്ക്ക് 4ആയിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പുളിഞ്ചിക്കയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുകയാണ് ഇനി ചെയ്യുന്നത്. അതിനുവേണ്ടി ഇവിടെ ഉപ്പ് കല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പുളിഞ്ചിക്കയുടെ എല്ലായിടത്തും ഉപ്പ് എത്തുന്ന രീതിയിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാൻ പിശുക്ക് കാണിക്കണ്ട കേട്ടോ, ആവശ്യത്തിന് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് നനവില്ലാത്തൊരു തവി വെച്ച് നല്ലപോലെ ഉപ്പും പുളിഞ്ചിക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും ഉപ്പ് എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഈ സമയത്ത് ഉപ്പ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ ആവശ്യത്തിൽ കുറച്ചുകൂടെ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ പാത്രം വെച്ച് കുലുക്കി എല്ലാം കൂടെ യോജിപ്പിക്കാം. ഇവിടെ ഉപ്പിലിട്ട് വെക്കാനായിട്ട് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടിയുടെ അടിഭാഗത്ത് കുറച്ച് ഉപ്പ് കല്ല് വിതറിയിട്ട് അതിന് മുകളിലോട്ട് നമ്മുടെ പുളിഞ്ചിക്ക ഇട്ട് സെറ്റാക്കി വെക്കണം. ഇനി ഈ കലം ഒരു അടപ്പ് വെച്ച് അടച്ച് സൂക്ഷിച്ച് വെക്കണം. നാളെ രാവിലെ നമുക്കിത് വെയിലത്തിടാം. പുളിഞ്ചിക്ക അരിയുന്ന സമയത്ത് ഞാനൊരു 5-6 മാറ്റി വെച്ചായിരുന്നു. ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പും മുളകും കൂടെ മിക്സ് ചെയ്ത് ഈ പുളിഞ്ചിക്ക അതിലോട്ട് മുക്കി ഒരു കടി കടിക്കണം. എൻ്റെ പൊന്നോ, എന്നാ പുളിയായിരുന്നോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കലം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം പുളിഞ്ചിക്ക എങ്ങനെ ഇരിക്കുവാണെന്നൊന്ന് കാണണ്ടേ. പുളിഞ്ചിക്കയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഉപ്പ് വെള്ളത്തിൽ നിന്ന് പുളിഞ്ചിക്ക മാത്രം കോരി സെപ്പറേറ്റ് മാറ്റിയെടുക്കണം. അങ്ങനെ അരിപ്പയുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിലുള്ള എക്സ്ട്രാ ഉള്ള വെള്ളം അടിയിലൊരു പാത്രം വെച്ചാൽ ആ പാത്രത്തിലോട്ട് വീഴും. ഈ ഉപ്പ് വെള്ളം കളയരുത്, ഇത് നമുക്ക് ആവശ്യമുള്ള വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന പാത്രവും വെള്ളമില്ലാത്തൊരു പാത്രമായിരിക്കണേ. അങ്ങനെ എല്ലാ പുളിഞ്ചിക്കും നമ്മൾ ഉപ്പ് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പാത്രത്തിൽ വീണ് കിട്ടിയ ഉപ്പ് വെള്ളം കൂടെ കലത്തിലോട്ട് ഒഴിച്ച് നല്ലപോലെ അടച്ചു സൂക്ഷിക്കണം. ഇനി നല്ല വെയിലുള്ള സ്ഥലത്ത് തുണിയോ പായോ വിരിച്ച് അതിലോട്ട് നമ്മുടെ പുളിഞ്ചിക്ക ഇട്ട് കൊടുക്കണം. എന്നിട്ട് കൂടിക്കിടക്കുന്ന എല്ലാം ഒന്നൊന്നായിട്ട് മാറ്റി സെപ്പറേറ്റ് ആക്കി ഇടണേ. എന്നാലേ വെയിലടിച്ച് പെട്ടെന്ന് ഉണങ്ങത്തുള്ളൂ. കൂടിക്കിടന്നാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തില്ല. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ പുളിഞ്ചിക്ക എടുക്കാൻ വന്നതാണേ. പുളിഞ്ചിക്കയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഒന്നും ഉണങ്ങിയില്ല, എന്നാലും ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒരു പാത്രത്തിലോട്ടെടുത്ത് മാറ്റാം. ഇനി ഈ പുളിഞ്ചിക്ക നമ്മൾ ആ കലത്തിൽ കുറച്ച് ഉപ്പുവെള്ളം മാറ്റി വെച്ചില്ലേ, ആ ഉപ്പുവെള്ളത്തിലോട്ട് തന്നെ ഈ പുളിഞ്ചിക്ക ഇട്ട് കൊടുക്കണം. പുളിഞ്ചിക്ക എല്ലാം ഉപ്പുവെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ടേ. ഇനി നല്ലപോലെ ഉപ്പുവെള്ളവും പുളിഞ്ചിക്കയും കൂടെ മിക്സ് ആവുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി വെക്കണം. ഉപ്പ് വെള്ളത്തിലോട്ട് പുളിഞ്ചിക്കയെല്ലാം നല്ലപോലെ അമർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രം വെച്ചടച്ച് നമുക്ക് നാളെ രാവിലെ എടുക്കാം. അടുത്ത ദിവസമായേ. ഇപ്പോൾ നമ്മുടെ പുളിഞ്ചിക്ക കുറച്ചുകൂടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ പോലെ ചെയ്ത പോലെ തന്നെ തവി കൊണ്ട് കോരി ഉപ്പ് വെള്ളത്തിൽ നിന്ന് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി എടുക്കാം. ഉപ്പ് വെള്ളത്തിൻ്റെ അളവ് നിലത്തേക്കിട്ട് കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ നമ്മുടെ പുളിഞ്ചിക്ക ഉപ്പ് പിടിച്ചിട്ടുണ്ടേ. ഇനി ഈ പുളിഞ്ചിക്ക വെയിലത്തിട്ട് നല്ലപോലെ ഉണക്കിയെടുക്കണം. അടുത്ത ദിവസമായി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കലത്തിൽ നിന്ന് പുളിയെടുത്ത് വെള്ളം മാറ്റി വെയിലത്ത് നല്ലപോലെ ഇട്ട് ഉണക്കിയെടുക്കണം. അവിടെ മാങ്ങ സീസൺ ആയോ? ഇവിടെ മാങ്ങയൊക്കെ വന്നിട്ടുണ്ടേ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പുളിഞ്ചിക്ക പറിക്കാനായിട്ട് കയറിയതാണ്. നല്ലൊരു സന്ധ്യ കണ്ടപ്പം നിങ്ങളെ കൂടെ കാണിക്കാൻ നേരത്തെ വീഡിയോ എടുത്തതാണ്. നല്ല രസമുണ്ടല്ലേ. 4ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും നമ്മുടെ പുളിഞ്ചിക്ക ദാണ്ട് ഈ രൂപത്തിൽ ഉണങ്ങി വന്നിട്ടുണ്ട്. ഏകദേശമൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ അതേ ഉപ്പുവെള്ളത്തിൽ തിരിച്ചിട്ട് ബാക്കിയുള്ള ഉപ്പുവെള്ളമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പാത്രം വെച്ച് അടച്ചു വെക്കാം. അടുത്ത ദിവസം നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഉപ്പുവെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. കലത്തിൽ ഉപ്പുവെള്ളം ഒന്നുമില്ല. എല്ലാ ഉപ്പുവെള്ളവും നമ്മുടെ പുളിഞ്ചിക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളിഞ്ചിക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. ഇതാ കണ്ടോ, പുളിഞ്ചിക്കെല്ലാം ഇട്ടതിന് ശേഷം കലം നോക്കിയേ, ഉപ്പുവെള്ളം ഒന്നുമില്ല, എല്ലാം വറ്റി. വൈകുന്നേരം പുളിഞ്ചിക്ക് നോക്കിയപ്പോൾ ഏകദേശമൊക്കെ നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് ഉണങ്ങാനുണ്ട്. ഞങ്ങൾ ഇതിനെ പുളിഞ്ചിക്കാന്നാണ് പറയുന്നത്. ചിലയിടത്ത് ശീമപ്പുളിയെന്നും ഇരുമ്പൻ പുളിയെന്നും ബിലിമ്പൻ പുളി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവിടെ എന്താ ഇതിനെ വിളിക്കുന്നതെന്ന് പറയണേ. പിന്നീട് ഒരു 2-3 ദിവസം കൂടെ വെയിൽ കൊള്ളിച്ച് മൊത്തം 6 ദിവസത്തെ വെയിൽ കൊള്ളിച്ചാണ് നമ്മുടെ പുളിഞ്ചിക്ക ഇവിടെ ഉണക്കി കിട്ടിയത്. നമ്മുടെ പുളിഞ്ചിക്ക ഉണങ്ങിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു വൃത്തിയുള്ള ഒരു ഭരണിയിലോട്ട് മാറ്റാം. മാങ്ങ ചേർത്ത് ഉണ്ടാക്കുന്ന കറിയിൽ ഈ പുളിഞ്ചിക്ക ഉണക്കിയത് നമുക്ക് ചേർത്ത് കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. അത് കാണുമ്പോൾ ഇനിയും പുതിയ ആശയങ്ങളായിട്ട് മുന്നോട്ട് വരാൻ എനിക്കതൊരു പ്രചോദനമാണ് കേട്ടോ. ഇനി നമ്മുടെ ഭരണി ഭദ്രമാക്കി അടച്ച് സൂക്ഷിക്കാം. പുളിഞ്ചിക്ക ഉണക്കിയതൊക്കെ കയ്യിലിരിക്കല്ലേ. ഇനിയിപ്പോൾ ഒരു റെസിപ്പി ഞാൻ കാണിച്ചു തരാം. പുളിഞ്ചിക്കയുടെ സൗണ്ട് കേട്ടോ, നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. ഈ പുളിഞ്ചിക്ക ഉണക്കിയത് വെച്ച് ഒരു മീൻകറി ഇന്ന് വെക്കാൻ പോവുകയാണേ. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള പുളിഞ്ചിക്ക ഉണക്കിയത് അതിലിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. ഇനി ഒരു ചട്ടിയിലോട്ട് ആവശ്യത്തിന് പച്ചമുളകും ഇട്ട് നമ്മൾ എടുത്ത് വെച്ച് കഴുകിയ പുളിഞ്ചിക്ക ചേർത്ത് കൊടുക്കണം. കൂടെ അരച്ച് വെച്ച അരപ്പും ചേർത്ത് മീൻകറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുന്ന സമയമാണ് കേട്ടോ നമ്മുടെ കറിയുടെ ഉപ്പ് നോക്കേണ്ടത്. നമ്മുടെ പുളിഞ്ചിക്കയുടെ ഓൾറെഡി ഉപ്പ് ആ കറിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി വേണ്ട ഉപ്പ് മാത്രമേ രണ്ടാമത് നമ്മൾ ഇട്ട് കൊടുക്കാവൂ. ഇനി ഇതിലോട്ട് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കണം. ഇന്നിവിടെ കിട്ടിയത് പരവ മീനാണേ. നമ്മുടെ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മീൻ മുട്ടയും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ കറിയിൽ ഇട്ട് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. മാങ്ങയ്ക്ക് പകരം ഇതുപോലെ പുളിഞ്ചിക്കിയിട്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കാം. ഈ മീൻകറിയുടെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അടുത്ത പ്രാവശ്യം ഈ മീൻകറിയുടെ വീഡിയോ ഇടാം. നമ്മുടെ പുളിഞ്ചിക്ക ഉണക്കിയത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. കൂട്ടത്തിൽ കമൻറ്റും കൂടി ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.